പരിശുദ്ധ മുഹറം മാസം കടന്നു വരുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ബിസ്മി എഴുതി സൂക്ഷിക്കാറുണ്ടല്ലോ ഉസ്താദേ, ബിസ്മി എഴുതേണ്ട രൂപം എങ്ങനെയാണ്? ബിസ്മി എഴുതിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ബിസ്മി എന്തിനാണ് എഴുതുന്നത്? അതുപോലെ തന്നെ ബിസ്മിയുടെ ശ്രേഷ്ഠത എന്താണ്? തുടങ്ങിയിട്ട് ഇതൊക്കെ ഉള്ളതാണോ? അത് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ? ആരാ പറഞ്ഞു തന്നത്? എവിടെയാ പഠിപ്പിച്ചത്? തുടങ്ങിയ ഒട്ടനവധി സംശയങ്ങൾ. ഇതൊന്നും ഞങ്ങൾ മുമ്പ് മദ്രസയിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, ഇപ്പൊ കുറെ ഉസ്താദുമാർ പറയുന്നതല്ലേ, മുമ്പൊന്നും ഇതില്ലായിരുന്നല്ലോ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി സംശയങ്ങൾ. ബിസ്മി എഴുതി സൂക്ഷിക്കുന്ന ആളുകളുണ്ട്, അവർക്കതിൻ്റെ പോരിശകൾ ജീവിതത്തിൽ ലഭിച്ചിട്ടുമുണ്ട്, വലിയ ബറക്കത്തുകൾ കിട്ടിയിട്ടുമുണ്ട്. ഈ സാധുവായ എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതായി ഈ ബോധ്യപ്പെട്ട ഒരു മഹത്തായ ഒരു അമലാണ് ബിസ്മി എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ ബിസ്മിയുടെ ശ്രേഷ്ഠതയും അതുപോലെ തന്നെ ബിസ്മി എഴുതേണ്ട രൂപവും ശൈലിയൊക്കെ ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിലൊന്ന് പഠിക്കാം. അള്ളാഹു നമുക്കത് പകർത്താനും ജീവിതത്തിൽ അമൽ ചെയ്യാനൊക്കെ തൗഫീക്ക് നൽകട്ടെ. വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരട്ടെ, സന്തോഷത്തിലാക്കട്ടെ. പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ പരിശുദ്ധമായ മുഹറം മാസം കടന്നു വരും. നമ്മുടെ ന്യൂ ഇയർ ആണല്ലോ അല്ലേ? മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളുടെ ന്യൂ ഇയർ ജനുവരി 1 മറിച്ച് മുഹറം 1. മുഹറം 1 സാധുവായ ഞാൻ ജനിച്ച ദിവസം കൂടിയാണ്. ഞാൻ എന്തിനാ അത് പറഞ്ഞത്? ഉസ്താദെ, ബർത്ത്ഡേക്ക് പാർട്ടിക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണെന്ന് ചോദിക്കല്ലേ? അല്ല, മറിച്ച് നമ്മൾ ജനിച്ച അറബി മാസം, അറബി ദിവസം ഒന്ന് പഠിച്ചു വെക്കണം. കുറഞ്ഞ പക്ഷം അതെങ്കിലും നമ്മൾ അറബി മാസവുമായിട്ട്, ഹിജ്റ വർഷവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇംഗ്ലീഷ് മാസമൊക്കെ, ഇംഗ്ലീഷ് വർഷമൊക്കെ നമ്മൾ നോക്കി വെക്കും, അതൊക്കെ കാണാതെ പഠിച്ചു വെക്കും. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുക്കുമ്പോൾ, നമ്മൾ കല്യാണം നോക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ വീട് കൂടൽ, പാലുകാച്ചൊക്കെ നടത്തുന്ന സമയത്ത്, ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു വിഷയമല്ല അത് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ എൻ്റെ മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 1440 റബീഉൽ ആഖിർ 7 എൻ്റെ മൂത്ത മകൻ ജനിക്കുന്നത്. രണ്ടാമത്തെ മകൾ ജനിക്കുന്നത് 1442 റബീഉൽ അവ്വൽ 11. ഇത്തരത്തിൽ നമ്മുടെ മക്കൾക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? ഹിജ്റ വർഷവും പറഞ്ഞു കൊടുക്കുക. അത് അവർക്കും അത് പഠിക്കാനും മനസ്സിലാക്കാനും നോക്കാനും ഒക്കെ എന്ത് ചെയ്യുക? ഒരു ആഗ്രഹം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒരു ഹിജ്റ വർഷം കടന്നു വരികയാണ്. 1447 വർഷമാണിത് ഇതിലെ കടന്നു വരുന്നത്. അപ്പോൾ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ പലപ്പോഴും നമുക്കുള്ളൊരു സംശയമാണ്, മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ ബിസ്മി എഴുതി സൂക്ഷിക്കുന്ന ഒരു പതിവ് ഇല്ലേ? ബിസ്മി എഴുതി പല ആളുകളും ചെയ്യാറുണ്ട്. ആദ്യമായി ഞാനൊരു സംശയത്തിലുള്ള മറുപടി പറയാം. അതേ പലരും ചോദിക്കട്ടെ, ഇതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നോ, ഇപ്പൊ തുടങ്ങിയതല്ലേ എന്നൊക്കെ. ഇത് പണ്ട് മുതലേ ഉണ്ട്. മഹത്തുക്കളായ മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയിരുന്ന ഒരു അമലാണ്. പക്ഷേ പലപ്പോഴും പലയിടത്തും കേൾക്കാതെ, അറിയാതെ പോയതിന്റെ പേരിൽ പലരും ചെയ്യാറില്ല. ഈ അടുത്ത കാലത്ത് മഗ്രിബിന് മുമ്പുള്ള ഒരു സുന്നത്ത് നിസ്കാരം, മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ടല്ലോ, പല പള്ളികളിലും അത് നിസ്കരിക്കാറില്ല. അപ്പം ഞാൻ നിൽക്കുന്ന പള്ളിയിൽ ഇപ്പോൾ അടുത്ത് തുടങ്ങി, എന്ത് ചെയ്തു, അത് സ്റ്റാർട്ട് ചെയ്തു. പല ഉപ്പമാരും സഹോദരങ്ങളും, ഉസ്താദെ ഇങ്ങനൊരു നിസ്കാരം ഉണ്ടോ എന്നെടുത്ത് ചോദിച്ചു. ഇങ്ങനൊരു നിസ്കാരം ഉണ്ട്, അത് അറിയാത്തതുകൊണ്ടാണ്. കാരണം മുൻകാലങ്ങളിൽ അവർ ചെയ്തിട്ടില്ല. എന്നാൽ അങ്ങനെ നിസ്കാരം ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഒരു സുന്നത്തായ കർമ്മമാണ്, സുന്നത്തായ നിസ്കാരം പഠിപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ അതെന്തേ അവർ ചോദിക്കാൻ കാരണം, മുൻകാലങ്ങളിൽ അത് അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട്, ചെയ്യാതിരുന്നത് കൊണ്ട് അത്തരത്തിലുള്ള അമലിനെ പറ്റി അറിയാതെ പോയി. അതുകൊണ്ട് അങ്ങനെ എത്രയോ അമാലുകൾ അക്കൂട്ടത്തിൽപ്പെട്ടതാണിത്. മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ ബറക്കത്തിന് വേണ്ടിയിട്ട് ബിസ്മി എഴുതി സൂക്ഷിക്കുക എന്നുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ ഒരു വാചകം, ഈ ഒരു ആയത്ത് 113 തവണ ഒരു വെള്ളക്കടലാസിൽ, എഴുത്തൊന്നും വരെയൊന്നും ഇല്ലാത്തൊരു വെള്ളക്കടലാസ് എടുത്ത് 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയിട്ട് മടക്കി സൂക്ഷിച്ച് നമ്മുടെ കൂടെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർഷക്കാലം മുഴുവൻ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക സംരക്ഷണം നൽകും. ബിസ്മി ചെറിയൊരു ആയത്തല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് പവർ കുറഞ്ഞൊരു ആയത്തുള്ള ഏറ്റവും പവറുള്ള ആയത്താണ്. ഞാൻ 1-2 മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. ആദ്യം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കാണിച്ചു തരാം. എഴുതുന്നതിനൊരു ശൈലിയുണ്ട്. എങ്ങനെങ്കിലുമൊക്കെ എഴുതിയാൽ മതിയോ? പറ്റൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂട്ടി എഴുതാൻ പറ്റൂല. ഓരോ അക്ഷരങ്ങളായിട്ട് എന്ത് ചെയ്യണം? എഴുതണം. അത് എഴുതേണ്ട ശൈലി ഞാനൊന്ന് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഒരു വെള്ളക്കടലാസ് എടുത്തതിന് ശേഷം ആ വെള്ളക്കടലാസിലേക്ക് ഒരു പേന എടുത്ത് എന്ത് ചെയ്യുക? പേനയോ പെൻസിലോ നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും വെച്ച് എടുത്തിട്ട് ആദ്യം ബ എഴുതുക, എന്നിട്ട് സീൻ, മീം. അപ്പം അത് എഴുതേണ്ടത് ഈ ഒരു ശൈലിയിലാണ്. ഏത് നിങ്ങൾ കാണുന്നുണ്ടാവും, കണ്ടാൽ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഓരോ അക്ഷരങ്ങളായിട്ട് എന്ത് ചെയ്യുക? എഴുതുക. എന്നിട്ട് അതുപോലെ അലിഫ്, ലാം, ലാം, ഹ, അലിഫ്, ലാം, റാ, ഹ, മീം, നൂൻ, പിന്നെയും അലിഫ്, ലാം, റാ, ഹ, യാ, മീം. ഇങ്ങനെ 19 അക്ഷരങ്ങൾ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെള്ളക്കടലാസിൽ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ.
ഇപ്പം ചിലപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് തല തിരിഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അതിപ്പോൾ ക്യാമറ തിരിച്ചു വെച്ചത് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ ഒറ്റ അക്ഷരങ്ങളായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ബാ, സീന്, മീം ഇങ്ങനെ ഒറ്റ അക്ഷരങ്ങളായിട്ട് 113 തവണ ബിസ്മി എഴുതിയിട്ട് എന്ത് ചെയ്യുക? അത് മടക്കി സൂക്ഷിച്ച് എവിടെയെങ്കിലും വെക്കുക. അപ്പം അങ്ങനെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർഷക്കാലം മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? റഹ്മത്തും ബർക്കത്തും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങളൊക്കെ കിട്ടാൻ അത് കാരണമായി തീരുമെന്ന് മഹത്തുക്കൾ പറയുകയാണ്. ഇനി ബിസ്മി ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന ചില നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചില ഹദീസുകളിൽ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഖ്റബു ഇലാ ഇസ്മിൽ അഅ്ലം. നോക്ക്, ഇസ്മുൽ അഅ്ലമിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത ഒരു വാചകമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ 3 ഇസ്മുകളുണ്ട്. അതിലൊന്ന് അള്ളാഹു എന്ന ഇസ്മ്, രണ്ടാമത്തെ റഹ്മാൻ എന്ന ഇസ്മ്, മൂന്നാമത്തെ റഹീം എന്ന ഇസ്മ്. ഈ 3 ഇസ്മുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇസ്മുൽ അഅ്ലം ആകാൻ സാധ്യതയുള്ള ഇസ്മുകളാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് എന്തെങ്കിലും അള്ളാഹുവിനോട് ദുആ ഇരുന്നാൽ ആ ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ കാരണമായി തീരും എന്ന് മുത്തുനബി തങ്ങളുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ബിസ്മി ചെറിയ പവറുള്ള സാധനമൊന്നുമല്ല, ഭയങ്കര പവറുള്ള സാധനമാണ്. ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കൈമുതലാക്കണം. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് തുടക്കം കുറിക്കുന്നത് ആ കാര്യങ്ങൾക്ക് ബറക്കത്തുണ്ടാകാൻ കാരണമായി തീരും. എന്നാലേ നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കപ്പെടാൻ കാരണമായി തീരും. രണ്ടാമത്തെ ഒരു മഹത്വം കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം, ആരെങ്കിലും ഒരാൾ തങ്ങൾ ചെയ്യുന്ന വിഷയങ്ങളിൽ ഫത്തഹ് ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇഖ്റാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ത് ചെയ്യുക? ആ വിഷയത്തിൽ തുടക്കം കുറിക്കുന്നതിന് മുമ്പായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. എന്നാൽ ആ വിഷയങ്ങളിൽ അവൻ വെറുക്കുന്ന സംഗതികളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എന്ത് ചെയ്യും? ഒരു മോചനം കൊടുക്കും. അള്ളാഹു അതിൽ നിന്നൊക്കെ അവനെ തട്ടി മാറ്റിയിട്ട് എന്ത് ചെയ്യും? ആ വിഷയങ്ങളിൽ അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന സംഗതികൾ മാത്രമേ കൊടുക്കുള്ളൂ എന്ന്. ഓക്കെ, രണ്ടാമത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടാനും അതിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഗതികൾ ലഭിക്കാനും ബിസ്മി ചൊല്ലൽ മതിയെന്ന്. മൂന്നാമത്തെ ഒരു സംഗതി കേട്ടോളി. ആരെങ്കിലും ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ, ഒരു തവണ പറഞ്ഞാൽ, കൂടുതലൊന്നുമല്ല, ഒരൊറ്റ തവണ പറഞ്ഞു കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു ബികുല്ലി ഹർഫിൻ 4000 ഹസന. എത്ര? 4000 നന്മകൾ ചെയ്ത നന്മ ഓരോ അക്ഷരത്തിനും ലഭിക്കും. അതായത് 19 അക്ഷരങ്ങളിൽ ഓരോ അക്ഷരങ്ങൾക്കും 4000 നന്മകൾ വീതം എന്ത് ചെയ്യും? നന്മ ഹസനത്തുകൾ ചെയ്ത കൂലി ഇങ്ങനെ എഴുതപ്പെടുമെന്ന്. ഒന്ന് കൂട്ടി നോക്കിയപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും കിട്ടുമെന്ന ബികുല്ലി ഹർഫിൻ, ഓരോ അക്ഷരങ്ങൾക്കും എന്ത് ചെയ്യുക? 4000 നന്മ വെച്ച് കിട്ടും. എന്ത് ചെയ്താൽ ഒരൊറ്റ തവണ ചൊല്ലിയാൽ. എന്നിട്ടോ വമഹാ അൻഹു 4000 സയ്യ. അത് മാത്രമല്ല, ആ വ്യക്തിയെ തൊട്ട് ആ ഒരു ബിസ്മിയുടെ കാരണത്താൽ 4000 തിന്മകൾ മായ്ക്കപ്പെടും. ഒരു 10 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ദിവസം ചൊല്ലാൻ അവസരം കിട്ടിയാൽ നമ്മുടെ തെറ്റുകൾ എത്രയാണ് മായ്ക്കപ്പെടുക, എത്ര നന്മയാണ് നമുക്ക് എഴുതപ്പെടുക. അതുമാത്രവുമല്ല, വഫിഅ ലഹു 4000 ദറജ, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല 4000 ദറജയെ എന്ത് ചെയ്യും? ഓരോ അക്ഷരങ്ങൾക്കും അധികമായി കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഓരോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുമ്പോഴും ഈ 19 അക്ഷരങ്ങൾക്കും 4000 വെച്ച് ഓരോ തവണയും 76000 നന്മകൾ ചെയ്ത കൂലി, 76000 തിന്മകൾ മായ്ക്കപ്പെട്ട കൂലി, 76000 ദറജകൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാം. ഇനി മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തുനബി തങ്ങൾ കേട്ടതാണ് പറയുന്നത്, ഫഖൂലു ഇൻദ ഇഫ്തിതാഹി കുല്ലി അംരിൻ സഗീരിൻ വഅദീമിൻ, നിങ്ങൾ എല്ലാ സംഗതികൾ, എന്ത് സംഗതികൾ ചെറുതാകട്ടെ വലുതാകട്ടെ, അതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. കാരണം ആ സംഗതികൾക്കൊക്കെ ബറക്കത്തുണ്ടാകുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് അമീറുൽ മുഅ്മിനീൻ കൂടെ സാക്ഷിയാക്കി പറയും. ഇത് എൻ്റെ സ്വന്തം വകയായിട്ട് പറയല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്, ഈ ഹദീസുകളൊക്കെ വായിച്ചത്. ഇനിയും പറയുന്നുണ്ട്, ലാ യുറദ്ദു ദുആഉൻ അവ്വലുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഹാനായ അലിയാർ തങ്ങൾ, മുത്തുനബി തങ്ങളുടെ ഹദീസ് തന്നെ മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞു തരികയാണ്, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് ബിസ്മി ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ ആ ദുആ തട്ടപ്പെടുകയില്ല, അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന്. ഇതിനേക്കാൾ വലുത് എന്ത് വേണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ദുആയിരുന്നു, എന്നാൽ ആ ദുആ തട്ടപ്പെടുകയേ ഇല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. ഇനി നരകമോചനത്തിനുള്ള കാര്യമായിട്ടും അതുപോലെ തന്നെ വലിയ വലിയ പദവികൾ, ദർജകൾ വർദ്ധിക്കാനൊക്കെ പല സംഗതികളും പറയുന്നു. നമ്മുടെ പാപം പൊറുക്കാനൊക്കെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുത്തുനബി തങ്ങളുടെ തന്നെ ഹദീസുകളിൽ എടുത്തുകൊണ്ട് മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്, രാത്രിയും പകലും
മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ നമുക്കറിയാം 24 മണിക്കൂറുകളാണ്. 24 മണിക്കൂറുകൾ. ഇതിൽ ഓരോ മണിക്കൂറുകളും പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട 5 വഖത്ത് നിസ്കാരങ്ങൾ ആ 5 മണിക്കൂറുകളെ പാപങ്ങൾ പൊറുക്കാൻ സഹായിക്കും. അതായത് ഇപ്പോൾ സുബഹിയുടെ ആ ഒരു മണിക്കൂർ സമയം, സുബഹിയുടെ മുമ്പ് ശേഷം ചേർത്തിട്ടുള്ള ആ സുബഹി നിലകൊള്ളുന്ന 1 മണിക്കൂർ സമയത്തെ പാപങ്ങൾ പൊറുക്കാൻ സുബഹി നിസ്കാരത്തിന് എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല സുബഹി നിസ്കാരം കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകും. ദുഹറിന്റെ ആ 1 മണിക്കൂർ ദുഹർ പൊറുക്കും. അതുപോലെ അസറിന്റെ ആ 1 മണിക്കൂർ കൊണ്ട് ആ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമായി തീരും. അതുപോലെ തന്നെ മഗ്രിബ് ആ 1 മണിക്കൂറത്തെ പാപങ്ങൾ പൊറുക്കാൻ കാരണമായി തീരും. ഇശാ, അങ്ങനെ ഈ ഒരു 5 വഖത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 19 മണിക്കൂറുകളാണ്. ഈ 19 മണിക്കൂറുകൾ നമ്മൾ ആ ദിവസത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഒരു ബിസ്മി നല്ല നീയത്തോടു കൂടി അതിന്റെ ഷർത്തുകളും ഫർദുകളും ഒക്കെ പാലിച്ചുകൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ, അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ഒരു 19 മണിക്കൂറുകളത്തെ പാപങ്ങൾ പൊറുക്കാൻ, കാവൽ ലഭിക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഒരൊറ്റ തവണ മതി. പോരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ കൂടുതൽ എന്ത് അനുഗ്രഹമാണ് നമുക്ക് നൽകേണ്ടത്? അപ്പോൾ നമുക്ക് നൽകിയ വലിയൊരു അമൂല്യമായ നിധിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. ഒരെണ്ണം കൂടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. ഒരു നേട്ടം കൂടെ പറഞ്ഞു തരട്ടെ. ഹബീബായ നബി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ നരകത്തിന്റെ നാവുകളിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നരകത്തിന് 19 നാവുകളുണ്ട് എന്ന, അതായത് സിറാത്തിലേക്ക് കടന്നു പോകുമ്പോൾ നരകത്തിലെ കൊളുത്തുകളൊക്കെ കൊണ്ട് വലിച്ചിടുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ നരകത്തിന് 19 നാവുകളുണ്ട് എന്നും നരകവാസികൾ ആ നാവ് കൊണ്ട് ചുഴറ്റിയെടുത്ത് നരകത്തിലേക്ക് വലിച്ചിടുമെന്നും ഒക്കെ ഹദീസുകളിൽ കാണാം. ഈ 19 നാവുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയാൽ മതിയെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ പറയാം. മുത്തനബി തങ്ങൾ അങ്ങനെ പറയാണെന്ത്, ഫല്യഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, എന്ത്, ഫീ ഉമൂരിഹി, അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൻ പറഞ്ഞുകൊള്ളട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതിവാക്കുന്നവനാണ് എങ്കിൽ ഓരോ അക്ഷരത്തിനും ബദലായിട്ട് എന്ത് ചെയ്യും? ലിയജഅലല്ലാഹു മിൻ കുല്ലി ഹർഫിൻ വാഖിയതൻ തഖീഹി മിൻഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഓരോ അക്ഷരങ്ങൾക്കും ബദലായിട്ട് ഈ 19 നാവുകളിൽ നിന്നും ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കുന്നു. ഇനി എന്താ ബിസ്മി എഴുതാൻ വല്ല മടിയുണ്ടോ? നമ്മൾ എഴുതി വെക്കണം. നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാകും. ഇനി ആരൊക്കെ എന്തൊക്കെ ചോദിക്കട്ടെ, ആര് പഠിപ്പിച്ചു തന്നു, ഇവിടെ പഠിപ്പിച്ചു തന്നു, എന്തിനു പഠിപ്പിച്ചു തന്നു, മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ പറഞ്ഞു തന്നതാണ്. അവരെഴുതി കാണിച്ചു തന്ന ശൈലിയാണ് ഞാനും നിങ്ങൾക്ക് എഴുതി കാണിച്ചു തന്നത്. ഇത്തരത്തിൽ തന്നെ എഴുതി വെക്കണമെന്ന് ഓരോ അക്ഷരങ്ങൾ. കാരണം ഈ ഓരോ അക്ഷരങ്ങൾക്കും പ്രതിഫലമുണ്ട്. ഒന്നായിട്ട് കൂട്ടിക്കുഴച്ച് എഴുതല്ല, മറിച്ച് ഓരോ അക്ഷരത്തിനും നമുക്കുള്ള വലിയ നന്മകളുണ്ട്. ഓരോ അക്ഷരത്തിനും 4000 നന്മകൾ അടങ്ങിയിട്ടുണ്ട്. ഈ ഓരോ ബാഇന് 4000 നന്മയുണ്ട്. നോക്കുക, ചെറിയ കാര്യമാണോ? അല്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു തുടക്കത്തിൽ മുഹറം മാസത്തിന് തുടക്ക ദിവസം, ഫസ്റ്റ് ദിവസം എന്നാണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചവരുണ്ട്. കഴിവിൻ്റെ പരമാവധി മഗ്രിബ് നിസ്കാരത്തിന് ശേഷം, അതായത് മാസം കണ്ടു കഴിഞ്ഞാൽ വ്യാഴാഴ്ചയാണെങ്കിൽ, വ്യാഴാഴ്ച മാസം കണ്ടു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ആയിരിക്കും ഒന്നാകുക. ഇനി വ്യാഴാഴ്ച മാസം കണ്ടില്ല എങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രിയോട് കൂടിയിട്ട് എന്ത് ചെയ്യും? ദുൽഹജ്ജ മാസം കഴിയും. ശനിയാഴ്ച ഒന്നായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്നുകിൽ മാസം കണ്ടത് വ്യാഴാഴ്ച ആണെങ്കിൽ വ്യാഴാഴ്ച മഗ്രിബ് തൊട്ട് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നവരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് എഴുതി വെക്കാം. ഇനി അതല്ല, വെള്ളിയാഴ്ച ഒന്നല്ല എങ്കിൽ പിറ്റേ ദിവസം ശനിയാഴ്ച ആയിരിക്കും ഒന്ന്. അപ്പോൾ വെള്ളിയാഴ്ചയുടെ മഗ്രിബ് മുതൽ ശനിയാഴ്ചയുടെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഏതെങ്കിലും ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് ഈ 113 തവണ ഒറ്റ ഇരിപ്പിന് എഴുതി തീർക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. നമുക്ക് പറ്റുന്ന പോലെ സമയം എടുത്ത് എന്ത് ചെയ്താൽ മതി, എഴുതി തീർത്താൽ മതി. സൂക്ഷിച്ച് എവിടെയെങ്കിലും എന്ത് ചെയ്യുക, ഭദ്രമായിട്ട് വെക്കാൻ, നജസാകാതെ, എവിടെയെങ്കിലും മാലിന്യമാകാതെ, ബാത്റൂമിലൊന്നും കൊണ്ടുപോകാതെ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ഭദ്രമായിട്ട് നമ്മുടെ വീടിൻ്റെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചാൽ മതി, അലമാരിയിലോ മറ്റോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവരും ചെയ്യട്ടെ, അവർക്കും അമൽ ചെയ്ത് അവർക്കും ജീവിതത്തിൽ വലിയ ബർക്കത്ത് ഉണ്ടാകാനൊക്കെ കാരണമായി തീരുമല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.